ഇത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം ഇത് ഒരു പേരെടുക്കാനോ അല്ലെങ്കിൽ മുമാ തോമസ് ഇത് വെളിയിൽ പറഞ്ഞ് നമുക്ക് ഹോമിയോപ്പതിക്ക് ഒരു മൈലേജ് കിട്ടാനോ ഒന്നും ചെയ്ത സംഗതിയല്ല. ഇത് എൻ്റെ സുഹൃത്തായ പി ടി തോമസ് MLA യുടെ പത്നിയായ ഉമാ തോമസ് ഒരു അപകടത്തിൽപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് അവരുടെ ലങ്സിൽ റിബ്സ് പൊട്ടി അത് തുളഞ്ഞു കയറി ഉള്ളിൽ ബ്ലീഡിങ് വന്ന് അത് ക്ലോട്ടഡായിട്ട് സർജറി ചെയ്യേണ്ടി വരുമെന്നുള്ള ഒരവസ്ഥ വന്നപ്പോൾ ആ അവസ്ഥയെ നമ്മുടെ മരുന്ന് കൊണ്ട് നമുക്ക് അതിജീവിക്കാൻ സാധിക്കും എന്ന ഉറപ്പ് എനിക്കുള്ളത് കൊണ്ടും അത് ഇതിനറിയപ്പെടുന്ന ഒരു മരുന്നായതുകൊണ്ടും ഞാനപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ആർണിക്ക 200 എന്ന മരുന്ന് നമുക്ക് അവരുടെ ശരീരത്തിൽ എത്തിക്കണം, അവരുടെ ജീവശക്തിയുമായിട്ട് ബന്ധപ്പെടുത്തണമെന്ന് പറയുകയും അപ്പോൾ അതിന് അവിടെ കൊടുക്കാനായിട്ട് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. കാരണം വെൻറ്റിലേറ്ററിൽ എന്തോ കിടക്കുകയാണ് ഉമ്മ തോമസ്. മകനെ മാത്രം അവർ ഒരു ദിവസം 2 or 3 പ്രാവശ്യം അവിടെ ചെന്ന് കാണാൻ സമ്മതിക്കുന്നുണ്ട്. ആ മകനെ ഇത് ഒരു പൂജാരി പൂജിച്ച ജലമാണെന്ന് പറഞ്ഞ് തീർത്ഥമാണെന്ന് പറഞ്ഞ് അവിടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ തുള്ളി ഇട്ടിട്ട് വീഴിച്ചൊന്ന് തുടച്ച് പരത്തി സ്പ്രെഡ് ചെയ്യിച്ചിട്ട് വരണം എന്ന് പറയുകയും അവരുടെ ചേച്ചിയുടെ മകള് അത് മകനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ പത്രദ്വാര അറിഞ്ഞത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഉമാ തോമസിൻ്റെ എക്സ്റേ വീണ്ടും എടുത്തു. സർജറി വേണോ, ഇത് ഈ ക്ലോട്ടഡായിട്ടുള്ള ബ്ലഡ് റിമൂവ് ചെയ്യാൻ വേണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് അവരെ എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ക്ലോട്ട് മൊത്തം ഡിസോൾവ് ആകുകയും അത് പത്രദ്വാര TV യിലെല്ലാം വന്നതാണ്.